അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനാണ് ഗബ്രിയേൽ. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പരിചയമില്ലാത്തവർ വല്ലപ്പോഴും ആ ബൈബിൾ ഒന്ന് മറിച്ചു നോക്കിയാൽ മതി. പിന്നെ സന്ധ്യയ്ക്ക് കുരിശ് വരയ്ക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നതിനിടെ നമ്മളൊക്കെ ആരും മൈൻഡ് ചെയ്യാൻ? അതവിടെ നിൽക്കട്ടെ. പാതിരാവിലെ ഈ തണുപ്പത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നതായിരിക്കും. വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കാന്നേ. കരോൾ ഗാനത്തിന്റെ കാര്യം വികാരേച്ചൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഇപ്പൊ കണ്ടല്ലോ. നമ്മുടെ മാലാഖ കുഞ്ഞുങ്ങളും റെഡിയാണ്. എന്നാൽ ഞാനൊരു പണി ചെയ്യാം. ക്രിസ്മസിന്റെ കഥ ഞാൻ അങ്ങ് പറയാം. എൻ്റെ രീതിയിൽ നിങ്ങൾ കഥ കേട്ടിട്ടില്ലല്ലോ. അതിനു മുന്നേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുന്നവർക്ക് സമ്മാനവുമുണ്ടേ. ആ കാണുന്ന കുഞ്ഞു നക്ഷത്രത്തിൽ പറയുന്ന ആളുടെ പേര് എഴുതി വെക്കും. എങ്കിൽ പറ, ആരാണ് ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത്? പറയാമോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. നമ്മുടെ സ്വന്തം ഫ്രാൻസിസ് പുണ്യാളൻ. 1223 അസീസിയിൽ വെച്ചാണ് പുണ്യാളൻ ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത്. നമുക്കൊന്ന് അസീസി വരെ പോയിട്ട് വന്നാലോ? ഫ്രാൻസിസ്, ഫ്രാൻസിസ്, എഴുന്നേൽക്കടേ. എന്തുറക്കമാണത്? നല്ലൊരു സ്വപ്നം കണ്ട് മയങ്ങുമായിരുന്നു. ഈ തണുത്ത് വിറയ്ക്കുന്ന ഡിസംബറിൽ സ്വപ്നം കണ്ടുറങ്ങാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? ആട്ടെ, നീ എന്ത് സ്വപ്നമാണ് കണ്ടത്? അടിപൊളി ഒരു ആശ്രമം പണിയുന്നതോ അതോ വായ്ക്ക് രുചി ചെയ്യുന്ന എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നതോ? അതൊന്നുമല്ല, ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ചാണ്. അവൻ നമുക്ക് വേണ്ടി പിറന്നത് ആ ക്രിസ്മസ് രാവിനെക്കുറിച്ച്. അതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണല്ലയോ. നീ കണ്ടിട്ടുണ്ടോ ഉണ്ണീശു പിറക്കുന്നത് എവിടെയാണെന്ന്? ഞാൻ എവിടെ നിന്ന് കാണാനാ? ഈ അസീസി വിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. എന്നാൽ ഞാൻ കണ്ടു. ഇന്നലെ രാത്രി ഒരു മാലാഖ എന്നെ ആ ബെത്ലഹേം നഗരത്തിലേക്ക് കൊണ്ടുപോയി. ആഹാ, എന്നിട്ട്? ഉണ്ണീശു ജനിച്ച ആ സ്വർഗീയ ഇടത്തിൽ കൊണ്ടുചെന്ന് നിർത്തി. എന്തൊരു ആനന്ദമായിരുന്നോ അവിടെ നിൽക്കുമ്പോൾ. എന്നാൽ ആ മാലാഖയോട് പറഞ്ഞ് എന്നെ കൂടെ കൂട്ടാൻ പറ. ഞാനും ആ ആനന്ദം അനുഭവിക്കട്ടെ. കൊണ്ടുപോകാമിടാ. നിന്നെ മാത്രമല്ല, ഈ നഗരത്തിലെ എല്ലാവർക്കും കാണാൻ പാകത്തിന് നമുക്കിവിടെ ഈ നഗരത്തിൽ ഉണ്ണീശുവിൻ്റെ ജനനം കാണിച്ചു കൊടുക്കണം. എല്ലാവരും ആ ആനന്ദം അനുഭവിക്കട്ടെ. അതല്ലേടാ ക്രിസ്മസ്. അതൊക്കെ ശരിയാണ്. അവിടെ എന്ത് നടന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനാ? അതൊക്കെ പറഞ്ഞു തരാം. ദൈവദൂതൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നീ കേട്ടോ. ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ബാക്കി കഥ ഞാൻ പറയും. ഞാനല്ലേ പോയത്. എനിക്കല്ലേ അറിയോ മറിയക്കുട്ടിയുടെ വിഷമം. അങ്ങനെ ഞാനങ്ങ് ചെന്നു. നസ്രത്തിലെ അന്നമ്മയുടെയും ജോവാക്യമിൻ്റെയും പുന്നാനമോൾ മറിയക്കുട്ടിയുടെ അടുത്ത്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ.
ദൈവത്തിന് സ്തുതി. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹാത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മറിയക്കുട്ടി ഓക്കെ. ഇനി അടുത്ത ആളെ ശരിയാക്കണം. അതാണ് കുറച്ച് പാട്. നമ്മുടെ മരപ്പണിക്കാരൻ ജോസഫ് തച്ചനാണ്. ആരെയും പറ്റിക്കത്തുമില്ല. കൂടെയുള്ളവരെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. അളവിലും കിഴിവിലും അണുവിട കള്ളത്തരമില്ല. ആരുടെയും ഒന്നും കവർന്നെടുക്കാത്ത നീതിമാനായ സുന്ദരനായ ചെറുപ്പക്കാരൻ. ഇതെല്ലാം കർത്താവ് തമ്പുരാൻ പറയാൻ പറഞ്ഞതാണേ, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല. തമ്പുരാൻ കർത്താവിന് പുള്ളിയോട് വല്ലാത്തൊരു സ്നേഹമുണ്ടെന്ന് കൂട്ടിക്കോ. കല്യാണം ഉറപ്പിച്ച സന്തോഷത്തിലാണ് കക്ഷി. ഒന്ന് പോയി കണ്ടു കളയാം. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കണ്ടു, ദൈവഭയമുള്ളവനും നീതിമാനുമായ ആ ചെറുപ്പക്കാരനെ ദൈവദൂതനോട് ഒന്നും ചോദിക്കാനില്ല. ദൈവഹിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് അവനിഷ്ടം. അങ്ങനെ മറിയക്കുട്ടിയും ജോസഫും തമ്മിലുള്ള വിവാഹം സമംഗളം നടന്നു. നാട്ടുകാരെ വിളിച്ച് നല്ലൊരു സദ്യയും കൊടുത്തു. രണ്ടുപേരും ഹാപ്പിയായി കുടുംബജീവിതം ആരംഭിച്ചു. പക്ഷേ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കണ്ടേ? ദൈവപുത്രന് ഈ മണ്ണിൽ പിറക്കണ്ടേ? അതിന് സീസറിന്റെ കൽപ്പന പ്രകാരം എല്ലാവരും പേരെഴുതി ചേർക്കണമെന്ന കൽപ്പന ആ നാട്ടിൽ പുറപ്പെടുവിച്ചു. അതേസമയം മറിയക്കുട്ടിക്ക് പ്രസവകാലം അടുക്കുകയും ചെയ്തു. നമുക്ക് ഒന്നുകൂടെ ആ നസ്രത്തിലെ തച്ചന്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബെത്ലഹേം, നിന്നെക്കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. എനിക്ക് വയ്യ ജോസഫ്. ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ.
ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് വിശ്രമത്തിനായി ഒരിടം കിട്ടാതെ നിർവാഹമില്ല. ദയവായി അല്പം ഇടം തരണമേ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. പേരെഴുതിക്കാനായി വന്ന ജനങ്ങളെ കൊണ്ട് ബത്ലഹേം നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും തിരക്കാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അതാ അവിടെ ഒരു കുടിലിന്റെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആ കുടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സത്രമല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതൊരു പുൽത്തൊഴുത്താ. നമുക്ക് പതിയെ അവിടേക്ക് പോകാം. ദൈവപുത്രന് പിറക്കാൻ എന്തിനു കൊട്ടാരം? ഈ സുന്ദരമായ ലോകം തന്നെ അവന്റെ കൊട്ടാരമല്ലേ? കാര്യം പുൽക്കൂടാണെങ്കിലും ദാ നോക്ക്, ആട്ടിടയന്മാർ മുതൽ രാജാക്കന്മാരും ജ്ഞാനികളും വന്ന് പുൽക്കൂട് ഒരു സ്വർഗമാക്കി മാറ്റി. അകമ്പടിക്ക് നമ്മുടെ മാലാഖ കുട്ടികളും അങ്ങെത്തി. ഇത് തന്നെയാണ് ഞാൻ ഫ്രാൻസിസിന് പറഞ്ഞുകൊടുത്ത ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി. ദാ നോക്ക്. ലിയോ, നീ അത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എന്തൊരാനന്ദമാണ് ഈ പുൽക്കൂടിന് മുന്നിൽ നിൽക്കുമ്പോൾ. ആരാ പറഞ്ഞത് പളുങ്ക് കൊട്ടാരവും സർവ്വസുഖവും ഉള്ള സ്ഥലമാണ് സ്വർഗമെന്ന്? ഈ മഞ്ഞിൻ്റെ തണുപ്പിലും ഉണ്ണിയേശുവിന് ഇടം കൊടുത്ത ഈ പുൽക്കൂടല്ലേ സ്വർഗം? ആട്ടിടിയന്മാരും ജ്ഞാനികളും ഈ കാലികളും പുല്ലും പുൽത്തൊഴുത്തും താണു വണങ്ങി ദൈവത്തെ സ്തുതിക്കുന്ന ഇവിടമല്ലേ സ്വർഗം? മണ്ണും മാനവരും സ്വർഗഗീതങ്ങൾ ആലപിക്കുന്ന മാലാഖമാരും ശാന്തമായി ഉറങ്ങുന്ന ഉണ്ണിയേശുവോടൊപ്പം പുഞ്ചിരി തൂകുന്ന ഇവിടമാണ് ആ സ്വർഗം. വാലിയോ, നമുക്കും അവരോടൊപ്പം പോയി ആ സ്വർഗീയ ആനന്ദത്തിൽ പങ്കുചേരാം. എല്ലാവരെയും വിളിച്ചോ.
എന്താ പുൽക്കൂട്ടിൽ വിരിഞ്ഞ സ്വർഗം കണ്ടില്ലേ? മകരമഞ്ഞിന്റെ കുളിരും മാലാഖമാരുടെ സങ്കീർത്തനങ്ങളും നിറഞ്ഞ ഈ ക്രിസ്മസ് ദിനത്തിൽ മറിയക്കുട്ടിയുടെയും ജോസഫിന്റെയും മടിയിൽ കിടന്നുറങ്ങുന്ന ദിവ്യസുതനോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള നിങ്ങൾക്ക് ദൈവകുമാരന്റെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ.